ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ശ്രീ മഹാഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ കൃഷ്ണ മഹാകൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഹരി ഓം. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ സർവനാമങ്ങൾ, സംസ്കൃതത്തിലെ സർവനാമ രൂപങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ സർവനാമ രൂപത്തിൻ്റെ വചന രൂപങ്ങൾ നമുക്ക് പഠിക്കണം. നാമങ്ങൾക്ക് നമ്മൾ ഏകവചനം, ദ്വിവചനം, ബഹുവചന രൂപം പഠിച്ചു. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ സർവനാമത്തിനും ഏകവചനം, ദ്വിവചനം, ബഹുവചന രൂപങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സർവനാമങ്ങളുടെ വചന രൂപങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ സർവനാമങ്ങൾ, സംസ്കൃതത്തിലെ സർവനാമങ്ങളുടെ രൂപങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതായത് തത് ശബ്ദം പഠിച്ചു, ഏതത് ശബ്ദം പഠിച്ചു, ഇതം ശബ്ദം പഠിച്ചു, കിം ശബ്ദം പഠിച്ചു. അപ്പോൾ ഇനി ഈ സർവനാമങ്ങൾക്ക്, നാമങ്ങൾക്ക് വചന രൂപങ്ങൾ, ഏകവചനം, ദ്വിവചനം, ബഹുവചന രൂപങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇതിലെ സംസ്കൃതത്തിലെ സർവനാമങ്ങൾക്കും ഈ മൂന്ന് വചന രൂപങ്ങൾ, അതായത് ഏകവചനം, ദ്വിവചനം, ബഹുവചന രൂപങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദകാരാന്തഃ തദ് ശബ്ദഃ. അത് നമ്മൾ ആ സർവനാമ രൂപം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ പുല്ലിംഗ ശബ്ദം, പുല്ലിംഗഃ, ദകാരാന്തഃ തദ് ശബ്ദത്തിൻ്റെ പുല്ലിംഗ രൂപമായ സഹ എന്നുള്ള സർവനാമ രൂപം നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ വചന രൂപങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ഏകവചന രൂപം സഹ, അതായത് അവൻ എന്ന് അർത്ഥം വരുന്നത്. സഹ എന്നുള്ളതിൻ്റെ ദ്വിവചനം വരുമ്പോൾ തൗ എന്നാവും. അതായത് അവർ രണ്ടുപേർ, രണ്ട് ആണുങ്ങൾ, രണ്ട് പുല്ലിംഗ ശബ്ദങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ തൗ എന്നായിരിക്കണം പറയേണ്ടത്. ഇനി അതിൻ്റെ തന്നെ ബഹുവചന രൂപം നോക്കുകയാണെങ്കിൽ തേ, അവർ അനേകം പേർ. അപ്പം പുല്ലിംഗ ശബ്ദത്തിൽ സഹ എന്ന പുല്ലിംഗ സർവനാമ രൂപത്തിൻ്റെ വചന രൂപങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹ, തൗ, തേ. തൗ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ, രണ്ടിലധികം ആവുമ്പോൾ തേ ഉപയോഗിക്കണം. ബഹുവചന രൂപമായ തേ, അവർ അനേകം പേർ. അപ്പോൾ ഇതാണ് പുല്ലിംഗ ശബ്ദത്തിൻ്റെ വചനരൂപം. ഇനി അടുത്തതായിട്ട് ആ തത് ശബ്ദത്തിൻ്റെ തന്നെ സ്ത്രീലിംഗ സർവനാമ രൂപം നമ്മൾ പഠിച്ചിരുന്നു. സായാണ്. സഹ എന്ന പുല്ലിംഗ ശബ്ദം, സാ എന്നത് സ്ത്രീലിംഗ സർവനാമ രൂപം. തത് ശബ്ദത്തിൻ്റെ ദകാരാന്തഃ തത് ശബ്ദമാണ് അതിൻ്റെ മൂലശബ്ദം. അതിൻ്റെ സ്ത്രീലിംഗ സർവനാമ രൂപം സാ. അതിൻ്റെ വചന രൂപങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ദ്വിവചനം വരുമ്പോൾ അത് രണ്ട് സ്ത്രീകളെക്കുറിച്ച്, രണ്ട് പെണ്ണുങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ തേ എന്ന് വരും. അവർ രണ്ടുപേർ. അത് സ്ത്രീലിംഗ ശബ്ദത്തിലുള്ള രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ തേ എന്നായിരിക്കണം ദ്വിവചനം. ബഹുവചനം വരുമ്പോൾ താഹ, അവർ അനേകം പേർ. അപ്പോൾ സ്ത്രീലിംഗ സർവനാമ രൂപമായ സായുടെ അതായത് അവൾ എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുന്ന സാ എന്ന സ്ത്രീലിംഗ സർവനാമ രൂപത്തിൻ്റെ വചന രൂപം വരുമ്പോൾ ദ്വിവചനത്തിൽ തേ, ബഹുവചനത്തിൽ താഹ. സാ, തേ, താഹ. ഇതാണ് അതിൻ്റെ വചനരൂപം. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ തത് ശബ്ദത്തിൻ്റെ തന്നെ നപുംസകലിംഗത്തിലെ രൂപങ്ങൾ നോക്കാം. നപുംസകലിംഗഃ തത് ശബ്ദത്തിലെ നപുംസകലിംഗം നമ്മൾ പഠിച്ചു. ദകാരാന്ത തത് ശബ്ദത്തിൻ്റെ നപുംസക രൂപം വരുന്നത്
തത് തത് എന്നാണ്, അതായത് അത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ നാമരൂപങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ദ്വിവചനം വരുമ്പോൾ, അതായത് രണ്ട് വസ്തുക്കളെക്കുറിച്ച് നമ്മൾ പറയണം, അത് രണ്ടും എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ദ്വിവചനത്തിൽ പറയുമ്പോൾ സംസ്കൃതത്തിൽ വരുന്നത് തേ തേ. ഇനി രണ്ടിലധികം വന്നാൽ താനി, അവ അവ എന്ന് പറയുമ്പോൾ താനി. അപ്പോൾ തത് തേ താനി, ഇതാണ് നപുംസകലിംഗ ശബ്ദത്തിൻ്റെ, നപുംസകലിംഗമായ തത് എന്ന ശബ്ദത്തിൻ്റെ രൂപങ്ങൾ, വചന രൂപങ്ങൾ. തത് തേ താനി. ഇനി അപ്പോൾ ദകാരാന്ത ശബ്ദങ്ങളുടെ രൂപങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദകാരാന്ത തത് ശബ്ദത്തിൻ്റെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് മകാരാന്ത ഇദം ശബ്ദ. ഇദം ശബ്ദം ആ സർവനാമ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മകാരാന്ത ഇദം ശബ്ദത്തിലെ പുല്ലിംഗത്തിൻ്റെ വചന രൂപങ്ങൾ നമ്മൾ നോക്കാം. പുല്ലിംഗ, അതിൽ പുല്ലിംഗ ശബ്ദമായ സർവനാമ രൂപം വരുന്നത് അയം എന്നാണ്. അയം, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വചന രൂപങ്ങൾ വരുന്നത് അയം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നാണ് അർത്ഥം, ഇവൻ. അതിൻ്റെ ദ്വിവചനം വരുമ്പോൾ ഇമൗ, ഇമൗ എന്ന് വരും. ഇവർ രണ്ടു പേർ, അതായത് രണ്ട് പുല്ലിംഗ ശബ്ദങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവർ രണ്ടു പേർ. ബഹുവചനം വരുമ്പോൾ ഇമേ, ഇവർ അനേകം പേർ. അപ്പോൾ അയം എന്ന പുല്ലിംഗ ശബ്ദത്തിൻ്റെ ഇതം എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടായ സർവനാമമായ അയം എന്ന പുല്ലിംഗ സർവനാമ രൂപത്തിൻ്റെ വചന രൂപങ്ങൾ ഇമൗ, ദ്വിവചനം ബഹുവചനത്തിൽ ഇമേ. അയം, ഇമൗ, ഇമേ. ഇവൻ, ഇവർ രണ്ടു പേർ, ഇവർ അനേകം പേർ. ഇനി ഇതിൽ തന്നെ അടുത്തതായിട്ട് മകാരാന്ത ഇദം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ സർവനാമ രൂപത്തിൻ്റെ വചന രൂപങ്ങൾ നോക്കാം. സ്ത്രീലിംഗ ഇയം, ഇയമാണ് അതിൻ്റെ ആ സർവനാമ രൂപം, അതായത് അതിൻ്റെ സ്ത്രീലിംഗ ഏകവചന രൂപം എന്ന് പറഞ്ഞത് ഇയമാണ്, ഇവൾ എന്നർത്ഥം. അതിൽ ദ്വിവചന രൂപം വരുമ്പോൾ ഇമേ എന്ന് വരും, ഇമേ. ഇവർ രണ്ടു പേർ, അതായത് സ്ത്രീകൾ, രണ്ട് സ്ത്രീകളെക്കുറിച്ച് ഇമേ, ഇവർ രണ്ടു പേർ. ബഹുവചന രൂപം വരുമ്പോൾ ഇമാഹ, ഇമാഹ, ഇവർ അനേകം പേർ. രണ്ടിലധികം എത്ര സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞാലും ഇതാണ് ഉപയോഗിക്കേണ്ടത്, ബഹുവചന രൂപമായ ഇമാഹ. ഇയം, ഇമേ, ഇമാഹ, ഇതാണ് ആ സ്ത്രീലിംഗ സർവനാമ രൂപത്തിൻ്റെ വചന രൂപങ്ങൾ. ഇനി അടുത്തത് നപുംസകലിംഗത്തിൽ ഉള്ള രൂപം. അത് ഇദം ശബ്ദം, ഇദം എന്ന മൂലശബ്ദത്തിൽ നിന്ന് ഉണ്ടായ സർവനാമ രൂപമാണ്. പക്ഷെ അതിൽ ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മൂലശബ്ദവും നപുംസകലിംഗവും ഒരേ പദമാണ് വരുന്നത്, ഇദം എന്ന് തന്നെയാണ്. ഇദമാണ് അതിൻ്റെ മൂലശബ്ദം. നപുംസകലിംഗത്തിലും അതേ രൂപം തന്നെ വരും. അതിൻ്റെ വിവിധ വചന രൂപങ്ങൾ നോക്കാം. ദ്വിവചനത്തിൽ ഇമേന്ന് വരും. അത് ഇതിൻ്റെ അതേപോലെ തന്നെ സ്ത്രീലിംഗ ശബ്ദത്തിലെ ദ്വിവചന രൂപം പോലെ തന്നെയാണ് ഇമേ. ബഹുവചന രൂപത്തിൽ ഇമാനി. അപ്പോൾ ഇദം ശബ്ദത്തിൻ്റെ രൂപങ്ങൾ ഇദം, ഇമേ, ഇമാനി. അപ്പോൾ ഇത് എന്നാണ് ഇദം ശബ്ദത്തിൻ്റെ അർത്ഥം, ഇത്. അത് രണ്ട്, ഇത് രണ്ടും എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് വസ്തുക്കളെ കാണിച്ചിട്ട് ഇത് രണ്ടും എന്ന് പറയുമ്പോൾ ഇമേ. ഇവ എന്ന് പറയുമ്പോൾ അനേകം വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്, ഇമാനി. അപ്പോൾ ഇതാണ് ഇദം എന്ന നപുംസകലിംഗ സർവനാമത്തിൻ്റെ രൂപങ്ങൾ, വചന രൂപങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏതത് ശബ്ദം പഠിച്ചിരുന്നു. ഏതത് എന്ന സർവനാമ ശബ്ദം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ, അതായത് ഇത് ദകാരാന്ത ശബ്ദമാണ്. ദകാരാന്ത ഏതത് ശബ്ദം, ആ സർവനാമ അതിൻ്റെ സർവനാമ രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അതും ഇതെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതത് ശബ്ദവും ഇദം ശബ്ദവും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അത് രണ്ടും നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കോണ്ടസ്റ്റിൽ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടിനും ഒരേ അർത്ഥമാണ്. ഇദം എന്ന ശബ്ദത്തിനും
ഏതം എന്ന ഇതം ശബ്ദം ഏതത് ശബ്ദവും ഒരേ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ദകാരാന്തഃ ഏതത് ശബ്ദത്തിൻ്റെ ആദ്യമായിട്ട് പുല്ലിംഗ സർവനാമ രൂപം നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഷഹ, അതായത് ഇവൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന സർവനാമ രൂപം ഏഷഹയാണ്, പുല്ലിംഗ സർവനാമ രൂപം. അപ്പോൾ അതിൻ്റെ വചന രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏഷഹ ദ്വിവചനം വരുമ്പോൾ ഏതൗ, ഏതൗ ഇവർ 2 പേർ. ബഹുവചന രൂപം വരുമ്പോൾ ഏതേ എന്ന് വരും, ഇവർ അനേകം പേർ. ഏഷഹ, ഏതൗ, ഏതേ ഇങ്ങനെ വരും. ഇനി അടുത്തതായിട്ട് അതിൻ്റെ തന്നെ സ്ത്രീലിംഗ സർവനാമ രൂപം, ഏഷഹയുടെ സ്ത്രീലിംഗ രൂപമാണ് ഏഷാ, അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വചന രൂപങ്ങൾ വരുമ്പോൾ ദ്വിവചനത്തിൽ ഏതേ ഇവർ 2 പേർ, 2 സ്ത്രീകളെക്കുറിച്ച് പറയുന്നു. ബഹുവചനത്തിൽ വരുമ്പോൾ ഏതാഹ ഇവർ അനേകം പേർ. ഏഷാ, ഏതേ, ഏതാഹ ഇതാണ് ഇതിൻ്റെ സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ സർവനാമ രൂപങ്ങൾ, സർവനാമത്തിൻ്റെ വചന രൂപങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ നപുംസകലിംഗത്തിലുള്ള ശബ്ദമാണ്, അതിൻ്റെ സർവനാമ രൂപത്തിൻ്റെ വചന രൂപങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏതത് എന്ന ശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നപുംസകലിംഗത്തിൽ ഏതത്, അതായത് ഇത് എന്ന് നമ്മൾ പറയുന്നതിന് സംസ്കൃതത്തിൽ ഏതത് എന്ന സർവനാമ രൂപം നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ വചന രൂപങ്ങൾ വരുമ്പോൾ ദ്വിവചനത്തിൽ ഏതേ ഇത് 2, ഇത് 2, ഏതേ. ഇനി അതിലധികം 2-ലധികം വരുമ്പോൾ ഇവ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ ഏതാനി, ഏതാനി. അപ്പോൾ ഏതത്, ഏതേ, ഏതാനി, ഇത് 2, ഇവ. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ വചന രൂപങ്ങൾ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മകാരാന്തഃ കിം ശബ്ദഃ, കിം ശബ്ദഃ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അതായത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു. അതിൽ ചോദിക്കുന്ന പദങ്ങളാണ് ഇതിൽ സർവനാമ പദങ്ങളാണ് ഇതിൽ വരുന്നത്, ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തത് മകാരാന്തഃ കിം ശബ്ദം എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടായ പുല്ലിംഗ സർവനാമ രൂപം, അതാണ് കഹ, കഹ എന്നുള്ള അതിൻ്റെ വചന രൂപങ്ങൾ നോക്കാം. കഹ ദ്വിവചനം വരുമ്പോൾ കൗ എന്ന് വരും, കൗ. അതിൻ്റെ അർത്ഥം ആര് 2 പേർ, 2 പേരെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ആര് 2 പേർ എന്നുള്ളതിന് കൗ എന്ന് പറയണം. ഇനി അതിൽ 2-ലധികമാകുമ്പോൾ ആരൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ കെ എന്ന് വരും. അപ്പോൾ കഹ, കൗ, കെ. അപ്പം നമ്മൾ ആദ്യത്തെ ആ സർവനാമ രൂപം സഹ, തൗ, തേ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അതേ രൂപത്തിൽ തന്നെ ഇവിടെ നമുക്ക് അതിനൊരു ശബ്ദം പറയുമ്പോൾ ഒരേ രൂപത്തിലാണ് വരുന്നത്. സഹ, തൗ, തേ എന്ന സർവനാമ രൂപം എടുത്ത് അതിനെ ചോദിക്കുമ്പോൾ കഹ, കൗ, കെ എന്ന് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുല്ലിംഗ ശബ്ദത്തിൻ്റെ കിം ശബ്ദത്തിലെ പുല്ലിംഗ സർവനാമ രൂപത്തിൻ്റെ വചന രൂപങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ നോക്കാം. സ്ത്രീലിംഗ സർവനാമ രൂപം കഹ എന്ന പുല്ലിംഗ ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം വരുമ്പോൾ കായാണ് വരുന്നത്, കാ, ചോദ്യം ചോദിക്കുന്നതിന്. അപ്പോൾ കാ എന്നുള്ള ആര് എന്ന് തന്നെയാണ് അർത്ഥം ഒരേ അർത്ഥം തന്നെയാണ്, രൂപം മാത്രം മാറുന്നു. കാ സ്ത്രീലിംഗം ആയതുകൊണ്ട്. അതിൽ ദ്വിവചനം വരുമ്പോൾ കേ, ബഹുവചനമാണെങ്കിൽ കാഹ. കെ എന്ന് പറഞ്ഞാൽ ആര് 2 പേരെക്കുറിച്ച് ചോദിക്കുന്നു. സ്ത്രീലിംഗത്തിൽ 2 പേരെക്കുറിച്ച് ചോദിക്കുമ്പോൾ കെ എന്ന് ഉപയോഗിക്കുക. ബഹുവചനത്തിലാവുമ്പോൾ ആരൊക്കെ എന്നുള്ളത് കാഹ, കാ, കെ, കാഹ ഇങ്ങനെ വരും. അതായത് നമ്മൾ സ്ത്രീലിംഗ സർവനാമ രൂപമായ സാ, തേ, താഹ ഇപ്പോൾ പഠിച്ചു. അതിനോട് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതേ ശബ്ദമായിട്ട് ആ ശബ്ദവുമായിട്ട് സാമ്യമുണ്ട്. കാ, കെ, കാഹ എന്ന് വരും അതിൻ്റെ ചോദ്യങ്ങൾ. സാ, തേ, താഹ, കാ, കെ, കാഹ. അതാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കിം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ സർവനാമ രൂപത്തിൻ്റെ വചന രൂപങ്ങൾ. ഇനി അടുത്തതായിട്ട് നപുംസകലിംഗത്തിൻ്റെ, ഇതിൻ്റെ തന്നെ
കിം ശബ്ദത്തിൻ്റെ നപുംസകലിംഗം അതും അതേ രൂപം തന്നെയാണ് വരുന്നത്. ആ മൂലശബ്ദമായ കിം ശബ്ദത്തിൻ്റെ അതേ രൂപം തന്നെ നപുംസകലിംഗത്തിലും വരും. കിമ എന്ന് തന്നെയാണ് അതിൻ്റെ നപുംസകലിംഗ ഏകവചന രൂപം. ഇതിൻ്റെ ദ്വിവചനങ്ങൾ നമുക്ക് നോക്കാം. ഇത് വരുമ്പോൾ കിമ എന്നുള്ള ഏകവചന രൂപം, അതായത് എന്ത് അല്ലെങ്കിൽ ഏത്, രണ്ടർത്ഥമുണ്ട് അതിന്. എന്ത് എന്ന് ചോദിക്കുന്നു, ഏത് എന്ന് ചോദിക്കുമ്പോഴും കിമ എന്ന് തന്നെ ഉപയോഗിക്കുന്നു. അതിൻ്റെ ദ്വിവചനം വരുമ്പോൾ കെ എന്നാണ്. കെ അത് നമ്മൾ നേരത്തെ സ്ത്രീലിംഗ ശബ്ദത്തിലെ ദ്വിവചന രൂപത്തിൻ്റെ അതേ ശബ്ദം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതേ പദം തന്നെ വരും കെ. അപ്പോൾ പക്ഷെ അർത്ഥം വരുന്നത് എന്ത് രണ്ട് അല്ലെങ്കിൽ ഏത് രണ്ട് എന്ന് ചോദിക്കുന്നതിനാണ് കെ ഉപയോഗിക്കുന്നത്. അടുത്തത് ബഹുവചനത്തിൽ നമ്മൾ എന്തൊക്കെ, രണ്ടിലധികം വസ്തുക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കാനി എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇത് കിം, കെ, കാനി. ഇതാണ് ഇതിൻ്റെ ചോദ്യങ്ങൾക്ക് ഈ നപുംസകലിംഗത്തിലുള്ള കിം ശബ്ദത്തിൻ്റെ ചോദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നപുംസകലിംഗ പദത്തിനോട് സർവനാമത്തിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വചന രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിം, കെ, കാനി. അതായത് ഇപ്പോൾ തത്, തേ, താനി നമ്മൾ പഠിച്ചു. അതേപോലെ ഏതത്, ഏതേ, ഏതാനിയും പഠിച്ചു. അപ്പോൾ അതിൻ്റെ ആ സർവനാമ രൂപങ്ങളോട് തത്, തേ, താനി എന്നുള്ളതിനോട് ചോദ്യം ചോദിക്കുമ്പോൾ കിം, കെ, കാനി. അപ്പോൾ ഇത്രയുമാണ് ഈ സർവനാമ രൂപങ്ങളുടെ വചന രൂപങ്ങൾ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് പൂർത്തിയാവും. ഇന്നത്തെ പഠനം നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീനമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർവനാമ രൂപങ്ങളുടെ വചന രൂപങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതോടെ നമ്മൾ സർവനാമ രൂപങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ക്രിയാപദങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ക്രിയാപദങ്ങളും കൂടെ പഠിച്ചു കഴിയുമ്പോൾ വാക്യങ്ങൾ നിർമ്മിക്കാനുള്ള തുടക്കം ഇടാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ക്രിയാപദങ്ങൾ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങും. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജായ സംസ്കൃത മാതരം എന്ന ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതുതായി സന്ദർശിക്കുന്നവർ ഈ ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.